നല്ല കാറ്റാ കേട്ടോ, നല്ല കാറ്റത്താണ് ഈ ചേട്ടൻ നിന്നുകൊണ്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്കുള്ള അരിക്കുള്ള വഴിക്കാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് കാണുമ്പോൾ എല്ലാവർക്കും കടപ്പാണെന്ന് മറ്റാണെന്നൊക്കെ തോന്നുമായിരിക്കും. നമ്മുടെ തുഴക്കടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഈ മുള വെച്ചിങ്ങനെ അടിച്ചടിച്ചടിച്ചിങ്ങനെ പോകുന്ന പരിപാടിയാണ്. ഇതിലെങ്ങനെ വന്നാലും ഇതുവരെ ഒന്നുമില്ല. ആ ഉണ്ട്, അടിച്ച് അതുകൊണ്ടല്ല പുല്ലനും വാളയും പുല്ലനും വാളയും പുല്ലനെടുത്ത് വാളയെടുത്ത് രണ്ടും കൊണ്ടുപോയി, രണ്ടും ചേർത്ത്. ഹായ് ഫ്രണ്ട്സ്, മഴയൊക്കെ എങ്ങനെയുണ്ട്? അടിച്ച് പൊളിച്ച് നല്ല കിടിലം പെയ്ത്തല്ലേ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ നാടാണ് മുഹമ്മ. ഇത് ഞങ്ങളുടെ ബോട്ട് കെട്ടിയാണ്, മുഹമ്മ ബോട്ട് കെട്ടി. ഇപ്പോൾ ഞങ്ങളിവിടെ ചൂണ്ടയ്ക്ക് ഞായറാഴ്ച ചൂണ്ടയ്ക്ക് പോകുന്നതായിരുന്നു. ഇപ്പോൾ ജെട്ടിയിലെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കി. സാധാരണ നല്ല കാറ്റും കുളക്ക് വരുമ്പോൾ അടിപൊളിയാണ് ഇവിടെ. ഇപ്പോൾ അവിടെ നോക്കാൻ വന്നപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ വലയിടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ട് പോയി കഴിഞ്ഞാൽ ചേട്ടന് വലയിടാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ മീൻപിടുത്തം എന്ന് പറയുന്നത് വട്ടം വലയിട്ടിട്ട് അടിച്ചടിച്ച് പിടിക്കുന്ന പരിപാടിയാണ്. അതൊന്നെങ്കിൽ മുഴക്കോലിനടിക്കും, ഇല്ലെങ്കിൽ തുഴക്കി ഇങ്ങനെ കുത്തി കുത്തി ഇടയ്ക്കും താഴത്തൊക്കെ നിൽക്കുന്ന മീനുകളെ വലയിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ഇത് മറ്റേ പറ്റുവല എടുക്കുന്ന ചെറിയ കണിയുടെ പറ്റുവലയാണ്. ബോട്ടിയാല കൊണ്ട് തന്നെ നല്ല താഴെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വാളയും വലിയ മീനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതേ ബോട്ട് പോയതിൻ്റെ തൊട്ട് പുറകെ തന്നെ ചേട്ടൻ വല വിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഈ റൗണ്ട് ചുറ്റി നമ്മുടെ ജെട്ടി ഇങ്ങനെ ചുറ്റി അടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഈ ബോട്ട് വരാൻ ഇങ്ങനെ ഒരു 3/4 മണിക്കൂറൊക്കെ എടുക്കും. ഇത് നമ്മുടെ ബോട്ട് കെട്ടിയാണ്. ബോട്ട് കെട്ടി ചുറ്റി വലയിട്ടിരിക്കുക പുള്ളിക്കാരൻ. അങ്ങോട്ടൊക്കെ ആവശ്യം വാഹയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഭാഗത്ത് നമ്മുടെ പാതിരാമട്ടിൽ കാണാൻ പറ്റത്തില്ല, നല്ല മഴയാണ് ഇവിടെ. ഇത് ചുറ്റി ഇങ്ങനെ വലയിട്ടിരിക്കുകയാണ്. ഈ വല ഇങ്ങനെ കറങ്ങി വരും, അടുത്ത ബോട്ട് വരുമ്പോഴേക്കും പുള്ളി വലയെടുക്കുകയും ചെയ്യും. കണ്ടോ, ഇവിടെ കണ്ട നല്ല കിണ്ണം വെട്ടുകെട്ടിക്കൊണ്ടിരിക്കുകയാണ് മീൻ. ഇവിടെ വെട്ടുകെട്ടുണ്ട് ഇവിടെ മീനൊക്കെ കൂടെ. പുള്ളിക്ക് എന്തോ ഉറപ്പായിട്ട് ആ മീനെ എന്തായാലും ഉറപ്പായിട്ട് കിട്ടും. വലയത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വന്നാലും 3/4 മണിക്കൂർ എടുക്കും ഇവിടെ അടുത്ത ബോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആ സമയം വരെ വല ഇവിടെ കിടക്കും. അവിടെയൊക്കെ എങ്ങനെ വന്നാലും അടുത്ത് ഈ കാണുന്ന മീനും അതിൽ കൂടുതൽ മീനും കാണും, ഉറപ്പാണ്. എന്തായാലും അതും കൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതുവരെ എന്തായാലും ഒന്ന് ബ്രേക്ക് ചെയ്തേക്കാം. അത് വെള്ളത്തിലെ മഴ നല്ല കിണ്ണം മഴയാണ്. അപ്പോൾ നമ്മൾ ഓരിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ടാണ് ആ കാണുന്നത്. മുമ്പൊക്കെ ഇവിടെ ഇടിക്കുമായിരുന്നു, ഇപ്പോൾ ഇടിക്കാറില്ല അവിടെ. അടിപൊളി വൈബാണ് കേട്ടോ. അതുകൊണ്ടത് പിന്നെ മഴ. ഞങ്ങളുടെ ആ ചേട്ടൻ വലയിടാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇത് നമ്മുടെ ചെമ്മീൻ വല വലിക്കണ പോലെ എല്ലാം അവനോടെ. ഇതൊന്നും സംഭവം ഒന്നുമില്ല. കായലിൽ വലയിട്ടിട്ട് ഇടിച്ചിടിച്ച് പിടിക്കണ
സെറ്റപ്പാണ്. ഉണ്ടോ നമ്മുടെ തുഴക്കടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഈ മുള വെച്ചിങ്ങനെ അടിച്ചടിച്ചടിച്ചിങ്ങനെ പോകുന്ന പരിപാടിയാണ്. ഇതിലെങ്ങനെ വന്നാലും മീൻ കാണുന്ന 100% ഉറപ്പുള്ള കാര്യമാണ്. വേണ്ട ആ ചേട്ടനെ അടിച്ചടിച്ച് പോകണണ്ട. ഈ സൈഡിൽ നിൽക്കണത് ഉള്ളിൽ നിൽക്കുന്ന മീനുകളൊക്കെ ഇതിനകത്തോട്ട് കയറി വന്നുകൊണ്ടിരിക്കും. ആ ചേട്ടനായിട്ട് മലക്കത്തോട്ട് കയറി വന്നുകൊണ്ടിരിക്കും. നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റത്താണ് ഈ ചേട്ടൻ നിന്നുകൊണ്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്കുള്ള അരിക്കുള്ള വഴിക്കാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവർക്കും കഴപ്പാണ് മറ്റേതാണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ അതൊന്നുമല്ല. ഇതാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊരി മഴയത്തും പുള്ളി നിന്നുകൊണ്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വലയിട്ടിരിക്കണത്ത അവസാന വശം വരെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ആ ചേട്ടൻ തുഴയെറിഞ്ഞ് ഇതേ കോരി വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. വല കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. മാക്സിമം സൂമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറം സൂം കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സാധനം പൊട്ടിപ്പോകും, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം സൂമിൽ കാണിച്ചിരിക്കുന്നത് 2.5 കാണിച്ചിരിക്കുന്നത്. നോക്കാം എന്തെങ്കിലും ഉണ്ടായില്ല എന്നുള്ളത്. ചേട്ടനെ ദൈവം രക്ഷിച്ച് എന്തെങ്കിലും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും കാണേണ്ട ദൈവം. ഇതുവരെ ഒന്നുമില്ല. അടിച്ച് അതുകൊണ്ടല്ല ലാവിഷ് ദേ അടിപൊളി പുള്ളി രക്ഷപ്പെട്ട്. എൻ്റെ പൊന്ന് വളാണോ ഉണ്ട് വള നമ്മളിടുമ്പോൾ മാത്രം ഒന്നും കിട്ടത്തില്ല. അതാ കുഴപ്പം. എൻ്റെ പുല്ലാലാണോ മൊത്തം പുല്ലാണല്ലോ. ആറ്റുവളല്ലാണ് കാണും. സാധനം ഉണ്ടാകുമല്ലോ എന്തായാലും. അടുത്ത വാട ഒരു പുള്ളിക്കാരെ തിരക്കൊന്നുമല്ല മീൻ. വാളയല്ലേ ഇതിനെ കിട്ടാനാ പാട്. മറ്റേത് കിട്ടും. ഒരു വാളയില്ലേ അതിനെ കിട്ടും എൻ്റെ ആവശ്യം. അതെ വേറെ കിട്ടാൻ രക്ഷയില്ല. 300
പുല്ലനും വാളയും പുല്ലനും വാളയും ആ പുല്ലനെടുത്ത് വാളയെടുത്ത് രണ്ടും കൊണ്ടുപോയി. രണ്ടും ചേട്ടനെടുത്ത് എടുത്തവർക്കിലാവോ. നല്ല സൈസ് ഉണ്ട് ചേട്ടാ, എല്ലാം നല്ല സൈസ് ഉണ്ടല്ല. എല്ലാം കൊണ്ടുപോയി പോയി.